ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയെയും സദസ്സിനെയും ധന്യമാക്കിയിരിക്കുന്ന ആദരണീയനായ കടയ്ക്കൽ ഉസ്താദ് ഉൾപ്പെടെയുള്ള ബഹുമാന്യ ഉസ്താദന്മാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സി പി ജോൺ സംസാരിച്ച് നിർത്തിയത് 21-ാം നൂറ്റാണ്ട് മുസ്ലിം സമൂഹത്തിന് ഒരു പരീക്ഷണ നൂറ്റാണ്ടാകുന്നതാണ്. അത് വളരെ കറക്റ്റാണ്. നമ്മുടെ പരീക്ഷണത്തെ എങ്ങനെയൊക്കെ അതിജീവിക്കണം എന്നതൊരു വശം, അതിജീവിക്കും എന്നത് അതിൻ്റെ യഥാർത്ഥ വശം. ഖബ്ബാബ് ഇബ്നു അർത്ത് റളിയല്ലാഹു അൻഹു എന്താ കണ്ടാത്ത പ്രമുഖനായ സഹാബി മുസ്തഫയോട് ചോദിച്ച്, അല്ലാഹുവിൻ്റെ റസൂലേ, ഈ പരീക്ഷണങ്ങളൊക്കെ കാണുന്നില്ലേ, ഈ ഉപദ്രവങ്ങളൊക്കെ കാണുന്നില്ലേ, നമുക്കൊരു ആശ്വാസം, ഒരു മോചനമുണ്ടാകാൻ അവിടുന്ന് പ്രാർത്ഥിക്കുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി ഇപ്പോഴും പ്രസക്തമാണ്. നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അവർ സത്യത്തിൽ നിലയുറപ്പിച്ചപ്പോൾ, ആദർശം ഉയർത്തിയപ്പോൾ, വിശ്വാസദാർഢ്യത പ്രകടിപ്പിച്ചപ്പോൾ അവരെ പിടിച്ചുകൊണ്ടുവന്ന് അക്രമിയായ ഭരണാധികാരികളുടെ മുമ്പിൽ നിർത്തി ചീർപ്പുവാരി ശിരസിൽ വെച്ചിട്ട് രണ്ടായി പിളർത്തിയിട്ടു. ആരോഗ്യവും പ്രസരിപ്പും സൗന്ദര്യമുള്ള യുവാക്കളെ കൊണ്ടുവന്നിട്ട് ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് അവരുടെ ശരീരം ഇങ്ങനെ ചീകി മാംസം വരെ, രക്തം വരെ, അസ്ഥി വരെയായിട്ട് തള്ളപ്പെട്ടു. ഇതുപോലുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ തൗഹീദിൻ്റെ അനുയായികൾ തരണം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കുണ്ടാകും. അം ഹസ്ബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മഥലുല്ലദീന ഖലൂ മിൻ ഖബ്ലിക്കും മസ്സത്തുഹുമുൽ ളറാഉ വൽ ബഅ്സാഉ വൽ ളറാഉ വസുൽസിലൂ ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മത്താ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. പ്രവാചകൻ ഖുർആൻ സത്യമാക്കി. നിങ്ങളുടെ മുൻഗാമികൾക്കുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങളും പരീക്ഷണങ്ങളും നിങ്ങൾക്കുണ്ടാകാതെ, നിങ്ങൾ തരണം ചെയ്യാതെ നിർലോഭമായി സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? പരീക്ഷണങ്ങൾ, എതിർപ്പുകൾ ക്രൂരമായി അവരനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എത്രത്തോളം എന്നല്ലേ, വസുൽസിലൂ ഹത്താ യഖൂല റസൂലു വല്ലദീന മഅഹു മത്താ വല്ലദീന ആമനൂ മഅഹു മത്താ നസ്റുല്ലാഹ്. അക്കാലത്ത് അവരുടെ പ്രവാചകനും ആ പ്രവാചകനിൽ വിശ്വസിച്ചവരും പരസ്പരം ചോദിച്ചു പോയി, എന്നാണ് പടച്ചവന്റെ സഹായം ഉണ്ടാകുന്നത്? മത്താ നസ്റുല്ലാഹ്. ഈ പ്രതികാരങ്ങളിൽ നിന്ന്, ഈ എതിർപ്പുകളിൽ നിന്ന്, ഈ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ സമൂഹത്തിന് രക്ഷപ്പെടാൻ എന്നാണ് പടച്ചവന്റെ സഹായം ഉണ്ടാകുന്നത്? ആശ്വാസത്തിൻ്റെ വാക്ക്, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, സമീപത്തെത്തിയിരിക്കുന്നു. പടച്ചവന്റെ സഹായം വളരെ സമീപത്തെത്തിയിരിക്കുന്നു. ഇതാണ് 24 നൂറ്റാണ്ടിൻ്റെ പരീക്ഷണത്തിൻ്റെ പരിണിത ഫലം. ഇതാ സംഭവിക്കാൻ പോകുന്നത്. പ്രവാചകൻ പറഞ്ഞു, നാളെ ഇസ്ലാമിൻ്റെ നാളെയാണ്. നാളെ ഒരു നാളെയുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളുടെ നാളെയാണ്. ഈ ഭൂമി മുഴുവനും ഇന്നല്ലാഹ സവാലിയൽ അർദ്, അള്ളാഹു ഭൂമിയെ എനിക്ക് ചുട്ടിക്കാണിച്ചു തന്നു. ഫറഅയ്തു മശാരിഖഹ വമഗാരിബഹ, ഭൂമിയുടെ ഉദയസ്ഥാനങ്ങളും അസ്തമനസ്ഥാനങ്ങളും ഞാൻ നേർക്ക് നേരെ കണ്ടു. വഇന്ന ഉമ്മത്തി സയബ്ലുഗു മുൽക്കുഹു ഇലാ മാ സവാലിയ മിൻഹാ ഇലാ മാ സവാലിയ മിൻഹാ. ഭൂമിയുടെ പട്ടണങ്ങൾ, പ്രദേശങ്ങൾ, ഗ്രാമങ്ങൾ എല്ലാം എനിക്ക് കാണിക്കപ്പെട്ടു. എനിക്ക് കാണിക്കപ്പെട്ട ആ പ്രദേശങ്ങളിൽ, ആ രാജ്യങ്ങളിൽ, ആ പട്ടണങ്ങളിലൊക്കെ ഇസ്ലാമിൻ്റെ ആധിപത്യം എത്തിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഹദർമൗത്ത്, സൻആയിൽ നിന്ന് ഹദർമൗത്തിലേക്ക് പോവുക എന്നത് വളരെ ദുർഘടമായ വഴിയാണ്, സുദീർഘമായ വഴിയാണ്.
അറേബ്യൻ ഉപദ്വീപങ്ങളിലൂടെയും അറബിക്കടലിൻ്റെ വടക്കേക്കരയിലൂടെയും സഞ്ചരിക്കുമ്പോൾ ഒരുപാട് മലമേടുകൾ, മലമടക്കുകൾ തരണം ചെയ്തിട്ട് മാത്രമേ യമനിലെ സന്നായിൽ നിന്ന് ഹദർമൗത്തിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. അത്ര ദുർഘടമായ മലഞ്ചരിവുകളെ തരണം ചെയ്യുമ്പോൾ സുന്ദരിയായ ഒരു പെണ്ണ് ഒരു ആട്ടിൻകുട്ടിയുമായി സന്നായിൽ നിന്ന് ഹദർമൗത്തിലേക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു നാളായി. അവൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമല്ലാതെ തന്നോടൊപ്പമുള്ള ആട്ടിൻകുട്ടിയെ ചെന്നായി തട്ടിക്കൊണ്ടുപോകുമോ എന്നുള്ള പേടിയല്ലാതെ യാതൊരു ആശങ്കയും യാതൊരു ഭയവും അവൾക്കുണ്ടാകത്തില്ല. അങ്ങനത്തെ സന്നായിൽ നിന്ന് ഹദർമൗത്തിലേക്ക് സുന്ദരിയായ ഒരു പെണ്ണ് നിർഭയത്വത്തോടെ സഞ്ചരിക്കുന്ന ഒരു നാളെ ഈ സമുദായത്തിനുണ്ടാകുമെന്ന് പ്രവാചകൻ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമുക്ക് നിരാശയ്ക്ക് വകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിവിടെ ഓച്ചിറ മൈതാനത്ത് ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പ്രസംഗിച്ചു 2 ആഴ്ച മുമ്പ്. അത് ഉദ്ഘാടനം ചെയ്തത് ആലപ്പുഴയുടെ MP KC വേണുഗോപാലെ. പലപ്പോഴും അവിടെ സംസാരിക്കാറുണ്ട്. അവിടെ ഒരുപാട് ഹിന്ദു സഹോദരങ്ങൾ കൂടി. ഞാൻ ചോദിച്ചു, ബാബരി മസ്ജിദ് തകർത്തു. 1528 മുതൽ അത് നിർമ്മിക്കപ്പെട്ട കാലം മുതൽ 1949 വരെ മുസ്ലിങ്ങൾ നിർലോഭമായി ബാങ്ക് മുടക്കുകയും നമസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ആരാധനകൾ നടത്തുകയും ചെയ്തിരുന്നു. 49 ഒരു രാത്രി ഒരു അർദ്ധരാത്രിക്കാണ് ഒരു ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു സാങ്കല്പിക പുരുഷനായിരുന്ന ശ്രീരാമൻ്റെ പ്രതിമ അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ച് വിവാദമുണ്ടാക്കിയത്. അത് പിന്നെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തകർക്കപ്പെട്ടു. അവിടെ വലിയൊരു ശ്രീരാമക്ഷേത്രം പണിതു. ഞാൻ ചോദിച്ചു, 4 വിധത്തിലുള്ള വധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവനാണ് ഒരു ഹിന്ദു എന്ന് ഭഗവത്ഗീത ഘോഷിക്കുന്നു. കൈകൊണ്ടുള്ള അക്രമം, നാവ് കൊണ്ടുള്ള അക്രമം, കണ്ണുകൊണ്ടുള്ള അക്രമം, മനസ്സുകൊണ്ടുള്ള അക്രമം. കൈകൊണ്ടും നാവ് കൊണ്ടും കണ്ണുകൊണ്ടും മനസ്സുകൊണ്ട് പോലും അവരെന്നെ ഉപദ്രവിക്കാത്ത, ആക്രമിക്കാത്ത, ദ്രോഹിക്കാത്ത ഒരാളാണ് യഥാർത്ഥമായ ഹിന്ദു. അങ്ങനെ സിദ്ധാന്തിക്കുന്ന, ഭഗവത്ഗീതയിൽ വിശ്വസിക്കുന്ന ഹിന്ദു സഹോദരന്മാർ, ശ്രീരാമനിൽ വിശ്വസിക്കുന്ന ഹിന്ദു സഹോദരന്മാർ എങ്ങനെയാണ് ഈ പള്ളിയുടെ ഉള്ളിൽ കയറി പൂജ നടത്തുന്നത്? അവരുടെ മനസ്സാക്ഷി അവർക്ക് മാപ്പ് കൊടുക്കുമോ എന്ന് ചോദിച്ചു. ചില ആളുകൾ കൈയടിച്ചു, ചിലർ മിണ്ടാകില്ല. അടുത്ത് ഞാനൊരു മരണത്തിൻ്റെ ഒരു 3-ാം ഘട്ട പരിപാടിയിൽ സംബന്ധിച്ചപ്പോൾ ഹരിജനിൽപ്പെട്ട ഒരാൾ എന്നെ കാത്തു നിന്നിട്ട് പറഞ്ഞു, ആ പ്രസംഗം ഞാൻ കേട്ടു, ഓച്ചിറപ്പടനിലത്ത് നന്നായിരുന്നു. അപ്പം അങ്ങനെയുള്ളവരും ഉണ്ട് സ്വാഭാവികമായി. ഇന്ന് എൻ്റെ വിഷയം മനുഷ്യാവകാശ സന്ദേശമാണ്. ഞാൻ ആ വിഷയത്തിൽ മാത്രം ഒരുങ്ങി നിൽക്കുന്നു. 1948 ഡിസംബർ 10 പാരീസിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുയോഗമാണ് എല്ലാ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി പ്രഖ്യാപിച്ചത്. കൃത്യമായി പറഞ്ഞാൽ ആ പ്രഖ്യാപനം നടന്നിട്ട് 3/4 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. അതായത് 76ാമത്തെ വർഷമാണ്. 75 വർഷങ്ങൾ പിന്നിട്ടപ്പോഴും ആ പ്രഖ്യാപനം പടവടങ്ങ വളർന്ന പോലെ താഴോട്ടല്ലാതെ 1 ഇഞ്ച് മേപ്പോട്ട് വളർന്നിട്ടുണ്ടോ? ഇതാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെയാണ് മനുഷ്യാവകാശം, ജന്മാവകാശം എന്ന പ്രമേയത്തോടുകൂടി, മുദ്രാവാക്യത്തോടുകൂടി ഈ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന, ചിറക് വിരിച്ച് നിൽക്കുന്ന ഈ VJT ഹാൾ, ഇന്ന് അയ്യങ്കാളി ഹാൾ എന്നാണ് പേര്, ഈ VJT ഹാളിൽ ഈ സമ്മേളനം നടത്തിയത്. ദക്ഷിണ കേരള ജമിയത്തുലമയും VJT ഹാളും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. നേരത്തെ ഇവിടെ CP ജോൺ പറഞ്ഞു, ഒരു കാലത്ത്, മുൻകാലത്ത് വിദ്യാഭ്യാസം കുറവായിരുന്നു, പക്ഷേ വിവേകമുണ്ടായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസമുണ്ട്, വിവേകം കുറവാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ 70ാം വാർഷികം ആഘോഷിക്കുകയാണ് നമ്മൾ ഇപ്പോൾ.
ഈ 70 വർഷങ്ങൾക്ക് മുമ്പ് 1955-56 കാലങ്ങളിൽ 55 നേരത്തെ ഉസ്താദ് സുബിദ് തിരുക്കൊച്ചി ജമിയത്തുമയുണ്ടായി. മലയാളക്കരയിലെ ആദ്യത്തെ പണ്ഡിത സംഘടന. അന്ന് മലബാറൊക്കെ മദ്രാസിൻ്റെ ഭാഗമാണ്. സമസ്ത കേരള ജമിയത്തുലമ ജന്മമെടുത്ത് മദ്രാസിൻ്റെ ഭാഗത്താണ്, മദ്രാസ് സ്റ്റേറ്റിലാണ്. കേരളത്തിൽ മലയാളി മണ്ണിൽ ആദ്യമായി ഉടലെടുക്കുന്ന ജന്മമെടുക്കുന്ന പ്രസ്ഥാനം ദക്ഷിണ കേരള ജമിയത്തുലമയാണ്. 1956 നവംബർ 1 കേരള പ്രഭി പ്രാപിച്ചതോടെ ഇത് ദക്ഷിണ കേരള ജമിയത്തുലമയായി, അതുപോലെ തിരുക്കൊച്ചി ജമിയത്തുലമയായി. അതിനുശേഷം ആദ്യമായി ഒരു സമ്മേളനം അവർ നടത്തിയത് BJT ഹാളിലാണ്. റയീസുലുമ PK യൂനുസ് മൗലവി, അന്നത്തെ സ്ഥാപക ജനറൽ സെക്രട്ടറി, എൻ്റെ ഉസ്താദ് കൂടിയായ കായംകുളം മുസ്ലിയാർ തുടങ്ങിയുള്ള പ്രമുഖന്മാരായ ആളുകൾ ദക്ഷിണ കേരള ജമിയത്തുലമയുടെ ഒരു സമ്മേളനം നടത്താൻ അന്ന് തിരഞ്ഞെടുത്തത് ഏറ്റവും പ്രശസ്തമായ, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ ഹാളാണ്. അതേ ഹാളിൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യാവകാശ സമ്മേളനം നടത്താൻ തയ്യാറായ ഭാവനാവിലാസം പ്രകടിപ്പിച്ച ഇന്നത്തെ ലജ്നത്തുൽ മാലിമീൻ സംസ്ഥാന കമ്മിറ്റിയെ ഞാൻ ആമുഖമായി മുക്തകണ്ഠം പ്രശംസിക്കുന്നു. നമ്മൾ ചരിത്രത്തിലേക്ക് മടങ്ങി വരികയാണ്. ദക്ഷിണയെ നശിപ്പിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ, ആരെങ്കിലും ശ്രമിക്കുന്നെങ്കിൽ അവർ ദിവാസ്വപ്നം കാണുകയാണ്. ദിവാസ്വപ്നമാണ്, അതിനർത്ഥമില്ലാത്ത സ്വപ്നം. ആ വെള്ളം തളയ്ക്കത്തില്ല. ഇവിടെ അന്തരീക്ഷം പിളർക്കുമാർ ദക്ഷിണയ്ക്കെതിരായി ആരെങ്കിലും പ്രസംഗിക്കുകയോ, ഈ ഭൂമിയിലെ വൃക്ഷലതാദികളെല്ലാം ചെത്തിയൊരുക്കി പേനയാക്കപ്പെട്ട് അറബിക്കടലിലെ വെള്ളം വറ്റുമാർ മഷിയായി, അതുകൊണ്ട് ദക്ഷിണയ്ക്കെതിരായി എഴുതി പ്രചരിപ്പിക്കുകയോ ചെയ്താലും ദക്ഷിണയുടെ ഒരു തരിമ്പ് പൊട്ടിക്കാൻ അവർക്ക് സാധ്യമല്ല എന്ന് ഈ സമ്മേളനത്തെ സാക്ഷ്യപ്പെട്ടുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. 1991 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രസിദ്ധമായ ഒരു ദിനമാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അന്ന് AICCയുടെ പ്രസിഡന്റായിരുന്നത് മൗലാന അബുൽ കലാം ആസാദാണ്. മൗലാന അബുൽ കലാം ആസാദ് AICCയുടെ പ്രസിഡന്റും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് KPCCയുടെ പ്രസിഡന്റും EM ശങ്കർ നമ്പൂതിരിപ്പാട് അന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ KPCCയുടെ സെക്രട്ടറിയുമായിരിക്കുന്ന കാലത്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. 1947 അന്ന് ഇന്ത്യ വർഗഭരണത്തിൻ്റെ വെറിയേറ്റ സ്ഥലമായിരുന്നു. ഏതെങ്കിലും ഒരു പിന്നോക്കക്കാരൻ ഒരു കടയിൽ നിന്നോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ ഒരു കപ്പ് വെള്ളം വാങ്ങി കുടിച്ചാൽ ആ ചട്ടി തിരിച്ചു നീട്ടുമ്പോൾ നീച്ചേടാരോ താഴെ ഇറങ്ങേരെ എന്ന് പറയുന്ന ഒരു സംസ്കാരമായിരുന്നു അന്ന് ഇന്ത്യക്കുണ്ടായിരുന്നു. മൗലാന അബുൽ കലാം ആസാദ് AICCയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഡൽഹിയിൽ പ്രമുഖമായ പ്രചണ്ഡമായ ഒരു സ്റ്റേജ് ഒരുക്കി. ആ സ്റ്റേജിൽ മഹാത്മജി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയുള്ള എല്ലാവരും അതിനകത്ത് പങ്കെടുത്തു. അപ്പോൾ നയപ്രഖ്യാപനത്തിനായി ആസാദ് ക്ഷണിക്കപ്പെട്ടു. ആസാദ് എഴുന്നേറ്റു. അപ്പം നോക്കുമ്പോൾ ഒരു ഭാഗത്ത് സിഖുകാർ അവർ ബ്ലോക്കായിരിക്കുന്നു, ഒരു ഭാഗത്ത് ഹിന്ദുക്കൾ ഒരു ബ്ലോക്കായിരിക്കുന്നു, അതിൽ അവർണർ ഒരു ബ്ലോക്കായിരിക്കുന്നു, സവർണർ മറ്റൊരു ബ്ലോക്കായിരിക്കുന്നു, മുസ്ലിങ്ങൾ മറ്റൊരു ബ്ലോക്കായിരിക്കുന്നു, ക്രൈസ്തവരും ജൂതന്മാരും വേറെ വേറെ ബ്ലോക്കുകളായിരിക്കുന്നു. മൗലാന ആസാദ് ആ സ്റ്റേജിൽ എഴുന്നേറ്റ് നിന്നിട്ട് അല്പസമയം കണ്ണടച്ചു നിന്നു. നയപ്രഖ്യാപനം നടത്താൻ എഴുന്നേറ്റ ആൾ എന്താണ് ഇങ്ങനെ പൊട്ടനെ പോലെ കണ്ണടച്ച് നിൽക്കുന്നതെന്ന് പലർക്കും വിസ്മയം തോന്നി. അദ്ദേഹം കണ്ണു തുറന്നു. സഹോദരന്മാരെ, ഞാൻ കുത്തുബ് മിനാറിലേക്ക് നോക്കി. കുത്തുബ് മിനാറിൻ്റെ മൂർധന്യതയിൽ
ഒരു ദൈവദൂതനെ ഞാൻ കണ്ടു. ആ ദൈവദൂതൻ എന്നോട് ചോദിച്ചു, മിസ്റ്റർ ആസാദ്, ഈ ജനത്തിന് വേണ്ടിയാണോ സ്വാതന്ത്ര്യം മേടിക്കാൻ പോകുന്നത്? പല ബ്ലോക്കുകളായി ജാതിയുടെ, വർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്കുകൾ സൃഷ്ടിച്ചിരിക്കുന്ന ഇവർക്ക് വേണ്ടിയാണോ താങ്കൾ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ പോകുന്നത്? ആ ദൈവദൂതൻ എന്നോട് ചോദിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് ഒന്നാകാം, നമ്മുടെ ഇടയിലുള്ള വ്യത്യാസങ്ങൾ വിസ്മരിക്കാം, ഒക്കെ പ്രയോഗത്തിനായി മാറ്റിയെടുക്കാം. അവിടെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് പരസ്പരം ഒന്ന് ലയിച്ച് ഇരിക്കാൻ പറഞ്ഞു. സവർണരും അവർണരും, ദലിതരും പിൻഗാമികളും, മുസൽമാനും ജൂതനും ക്രിസ്ത്യാനിയും, സവർണനും അവർണനുമൊക്കെ പരസ്പരം ഇങ്ങനെ ലയിച്ച് ഒന്നായിരുന്നു. അതാണ് ഇന്ത്യ. മൗലാന ആസാദ് നയപ്രഖ്യാപനം നടത്തി. ഇവിടെ 48 ഡിസംബർ 10 മുതൽ ഇങ്ങോട്ട് കൂടുമ്പോൾ 76 വർഷം പിന്നിട്ടിരിക്കുന്നു. അന്ന് 35 വയസ്സുകാരനായ AICCയുടെ പ്രസിഡന്റ് മൗലാന ആസാദ് സ്ഥാപിച്ച ആ സമത്വം ഇന്ന് ഇന്ത്യയിലുണ്ടോ? നമസ്കാരത്തഴമ്പുള്ള മുസൽമാനും, ചന്ദനക്കുറിയിട്ട ഹൈന്ദവനും, കുരിശുകെട്ടെ ക്രൈസ്തവരും, തലപ്പാവും ദാടിയുമുള്ള സിഖുകാരനും, മതമുള്ളവനും മതമില്ലാത്തവനുമൊക്കെ മനുഷ്യരായി ജീവിക്കാനുള്ള ഒരു പൊതു സാഹചര്യം ഇന്ന് ഈ രാജ്യത്തിലുണ്ടോ? ഇന്ത്യക്കൊരു സംസ്കാരമുണ്ട്. അത് ഋഷിവര്യന്മാരുടെ സംസ്കാരമാണ്. ഋഷിവര്യന്മാരുടെ രാജ്യം എന്ന അർത്ഥത്തിന് ആർഷഭാരതമെന്നും ഇപ്പോഴും ഈ രാജ്യം വിശേഷിപ്പിക്കപ്പെടുന്നു. മഹാമുനിമാരുടെ പൈതൃകമുള്ള രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ലോക സംസ്ഥാ സുഖനോ ഭവന്തു. ഈ രാജ്യത്തെ, ലോകത്തെ ഒരു കുടുംബമായി കാണുകയും സർവ്വ ജീവജാലങ്ങളെയും ആ കുടുംബത്തിലെ അംഗമായി കണ്ട മഹാമുനിമാരുടെ പൈതൃകമുള്ള രാജ്യം. ആ പൈതൃകം ഇന്ന് നിലവിലുണ്ടോ? ഇതാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. അത് നിലവിലുണ്ടോ? അതെല്ലാം ഇന്ന് കളഞ്ഞു കുടിക്കുകയല്ലേ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, സൗദി അറേബ്യ സന്ദർശിച്ചപ്പോൾ ഫൈസൽ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക്, അഥവാ യമാമ കൊട്ടാരത്തിലേക്ക് അദ്ദേഹം സ്വാഗതം ചെയ്യപ്പെട്ടത് മർഹബൻ ബിർ റസൂൽ, മർഹബൻ ബിർ റസൂൽ എന്ന് സ്വാഗതഗാനം ആലപിച്ചുകൊണ്ടാണ്. വിവിധ മതങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ ഇടതൂർന്ന് ജീവിക്കുന്ന, സമാധാനപൂർവ്വം ജീവിക്കുന്ന ഒരു രാജ്യത്തിന് നേതൃത്വം നൽകുന്ന, ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം യമാമ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെട്ടത്. ഇന്നത്തെ ഭരണാധികാരികൾ ആ പാരമ്പര്യം നിലനിർത്തുന്നുണ്ടോ? മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടതാണ്. ഇന്ത്യയെ ഒരു ഉദ്യാനമെന്നാണ് നമ്മുടെ സാഹിത്യകാരന്മാർ വിശേഷിപ്പിച്ചുള്ളത്. വിവിധ തരത്തിലുള്ള ചെടികൾ, വൃക്ഷങ്ങൾ, പൂക്കൾ, അരുവികൾ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതിനാണ് സാഹിത്യഭാഷയിൽ ഉദ്യാനം എന്ന് പറയപ്പെടുന്നത്. ഇങ്ങനെ വിവിധ സംസ്കാരങ്ങൾ, വിവിധ മതങ്ങൾ, വിവിധ ചിഹ്നങ്ങൾ, വിവിധ വർണ്ണങ്ങൾ, വിവിധ ജാതികൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് സൗഹാർദ്ദപൂർണ്ണമായി ജീവിക്കുന്ന ഒരു രാജ്യം എന്ന അർത്ഥത്തിലാണ് ഇന്ത്യയെ ഉദ്യാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ നേതാക്കന്മാർ, ഇന്നത്തെ പ്രധാനമന്ത്രി ബഹുമാന്യനായ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ നേതാക്കന്മാർ വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്നത് മതേതര ജനാധിപത്യ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഉള്ള ഒരു സമൂഹത്തിൻ്റെ നേതാവ് എന്ന നിലയിലാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. യൂറോപ്യന്മാർക്ക് വലിയ സമ്പത്തിൻ്റെ കൂടാരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അറബികൾക്ക് എണ്ണയുണ്ട്. ഇന്ത്യയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മതേതരത്വമാണ്, ഇന്ത്യയുടെ മതനിരപേക്ഷതയാണ്. അത് നിലനിർത്തുന്നുണ്ടോ? ഇവിടുത്തെ ജനാധിപത്യ, കമ്മ്യൂണിസ്റ്റ്, മതേതര രാഷ്ട്രങ്ങൾക്കൊക്കെ മാതൃകയാകുന്നൊരു ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. അതിൻ്റെ ആമുഖം തന്നെ
സമത്വമാണ് വിഭാവന ചെയ്യുന്നത്. ആ ഭരണഘടന ഇന്ന് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായിരുന്ന B.R. അംബേദ്കർ, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആദ്യത്തെ നിയമവകുപ്പ് മന്ത്രി, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഭരണഘടന എത്ര നല്ലതായിരുന്നാലും അത് കൈകാര്യം ചെയ്യുന്നവർ, അതനുസരിച്ച് രാജ്യം ഭരിക്കുന്നവർ നല്ലവരല്ലെങ്കിൽ ഭരണഘടന നല്ലതല്ല. ഒരു ഭരണഘടന എത്ര മോശമാണെങ്കിലും അതനുസരിച്ച് രാജ്യം ഭരിക്കുന്നവർ നല്ലതാണെങ്കിൽ ആ ഭരണഘടന നല്ലത് തന്നെയാണെന്ന് B.R. അംബേദ്കർ പ്രഖ്യാപിച്ചു. അന്ന് പ്രാവർത്തികമാണോ? മനുഷ്യാവകാശ ദിനമായ ഡിസംബർ 10 ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളും മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടതാണ്, അന്ന് പ്രായോഗികമാണോ? 1991 47 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഏതെല്ലാം ആരാധനാലയങ്ങൾ ആരുടെ ഉടമസ്ഥാവകാശത്തിലായിരുന്നോ അത് അവർക്ക് ഉടമപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണെന്ന് 1991 ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളും, രാജ്യസഭയും ലോകസഭയും പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും ഏകകണ്ഠമായി പാസാക്കുകയും ഇന്ത്യയുടെ പ്രസിഡന്റ് അതിൻ്റെ താഴെ ഒപ്പിട്ട് അപ്രൂവ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ഒരു നിയമം ബലികഴിപ്പിച്ചുകൊണ്ടല്ലേ ഇന്ന് ബാബരി മസ്ജിദ് തുടങ്ങി, ഗ്യാൻവാപ്പി മസ്ജിദ് തുടങ്ങി, വാരാണസിയിലെ ഗ്യാൻവാപ്പി തുടങ്ങി, ഇപ്പോൾ UP-യിലെ സംബാലിൽ ഉൾപ്പെടെ 5 യുവാക്കൾ, 2 പേര് ഹാഫിളീങ്ങളാണ്. അവര് ഇവിടെ സർവേ നടത്തിയതിനല്ല പ്രതിഷേധിച്ചത്, അവർ സുജൂദ് ചെയ്ത പള്ളിയിൽ കയറി ശ്രീറാം വിളിച്ചു, അതിൽ പ്രതിഷേധിച്ചതാണ്. അവർ രക്തസാക്ഷികളല്ലേ. നേരത്തെ ഹബ്ബാബിനെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഓർക്കുകയാണ്, അതല്ലേ ഇവിടെ ഇന്നലെ UP-യിൽ സംഭവിച്ചത്. അതിന് സാഹചര്യം ഒരുക്കിയതാരാണ്? ഇന്ത്യയുടെ ജുഡീഷ്യറി. നമ്മൾ ജുഡീഷ്യറിയെ കുറ്റം പറയുക. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇവിടെ ആ പള്ളി അതിനെക്കുറിച്ച് സർവ്വ നടത്തണമെന്നൊരു ഭ്രാന്തൻ ഒരു പെറ്റീഷനുമായിട്ട് ചെന്നാൽ, ആരും ആകട്ടെ, ഏത് രാഷ്ട്രീയക്കാരും ആകട്ടെ, മുസ്ലിം സമുദായത്തിലുള്ള ഞാനും ആകട്ടെ, ഇത് 1991 ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളും ഏകകണ്ഠമായി പാസാക്കിയ പ്രസിഡന്റ് അപ്രൂവ് ചെയ്ത നിയമത്തിനെതിരാണെന്ന് പറഞ്ഞ് നേരത്തെ CPIയുടെ ഭാഷയിൽ പറഞ്ഞാൽ തോട്ടിലേക്ക് തള്ളേണ്ടതല്ലേ? അത് ഫയൽ സ്വീകരിക്കാൻ പാടുണ്ടോ? അത് ഫയൽ സ്വീകരിച്ച് അന്വേഷണ സർവേ ഉത്തരവ് ഇട്ടുകൊണ്ടല്ലേ സംബാലിലെ സമുദായത്തിൻ്റെ 5 യുവാക്കൾ രക്തസാക്ഷികളായി? അതുകൊണ്ട് അവസാനിക്കുന്നു അജ്മീർ ദർഗ സർവേ നടത്തണമെന്ന് പറയുന്നു. ഈ പറയുന്ന പെറ്റീഷൻകാർക്കോ അത് ഫയലിൽ സ്വീകരിച്ച കോടതിക്കോ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? സിജിസ്ഥാനിൽ നിന്ന് സുൽത്താനുൽ ഹിന്ദ് ഇന്ത്യയുടെ ആത്മീയ രാജാവെന്ന് പേര് കിട്ടാത്ത കാരണം അതാണ്. ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി എന്താ കിട്ടാത്ത? റളിയല്ലാഹു അൻഹു സിജിസ്ഥാനിൽ നിന്ന് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൽ പോയി. റൗള ശരീഫിന്റെ വാതിൽക്കൽ ചെന്നു. അതിന്റെ പൊന്മുറ്റത്ത് നിന്ന് ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ചൊല്ലി, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന്. ആ സലാം മടക്കിയിട്ട് പിന്നെ കേട്ട അശരീരി എന്താ? ഉദ്ഖുൽ അലൈനാ യാ മുഈനുദ്ദീൻ, മുഈനുദ്ദീൻ ഇങ്ങോട്ട് കടന്നു വാ. ആദരവായ റസൂലിന്റെ റൗളയിൽ നിന്നുണ്ടായ അശരീരിയാണത്. മുഈനുദ്ദീൻ ഇങ്ങോട്ട് കടന്നു വാ. റൗളയുടെ വാതിൽ മലർക്കെ തുറക്കുന്നു. ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്നു, സലാം ചൊല്ലുന്നു, മടക്കുന്നു. ഈ സലാം അങ്ങോട്ടും അവിടുത്തെ മടക്കൽ ഇങ്ങോട്ടും കേൾക്കുന്നു. അദ്ദേഹം എത്രത്തോളം ക്വാളിഫൈഡായിരുന്നു. എന്നിട്ട് എന്താ കൊടുത്ത സന്ദേശം? മൊയ്നുദ്ദീൻ, ഇന്നി വദഅതു അലാ റഅസിക വിലായത ഹിന്ദുസ്ഥാൻ ഫദ്ഹബ് ഇലൈഹാ വജഅൽ അമീറ മസ്കനക സതുദ്ഫനു ഫീഹാ. ആദരവായ റൗളയിൽ നിന്ന് റൗള ശരീഫുമായി ഒട്ടി നിൽക്കുമ്പോൾ ഖാജാ മൊയ്നുദ്ദീൻ്റെ ചെവിയിൽ തുടങ്ങിയ ശബ്ദമാണ് പ്രവാചകന്റെ തനതായ ശബ്ദത്തിൽ, മൊയ്നുദ്ദീൻ,
ഇന്നി വദഅതു അലാ റഅസിക വിലായത ഹിന്ദുസ്ഥാൻ, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കിരീടം താങ്കളുടെ തലയിൽ ഞാൻ വെച്ചു തരുന്നു. ഫദ്ഹബി ഇലൈഹ, താങ്കൾ ഇന്ത്യയിലേക്ക് പോകും. വജഅലിൽ അമീറ മസ്കനക്, ഇന്ത്യയുടെ പ്രമുഖ പട്ടണമായ, രാജസ്ഥാന്റെ പ്രമുഖ പട്ടണമായ അജ്മീറിനെ താങ്കളുടെ വാസസ്ഥലമാക്കും. സത്തുദുഫനു ഫിഹ, താങ്കളുടെ അന്ത്യവിശ്രമവും അവിടെ തന്നെയായിരിക്കും. അജ്മീറിലേക്ക് വരാനുള്ള ലൊക്കേഷൻ അള്ളാഹുവിൻ്റെ അനുപമമായ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. പായക്കപ്പൽ വഴി അജ്മീറിലേക്ക് വന്നു. ഒരു തണൽ വൃക്ഷത്തിൻ്റെ തണൽ ഇരുന്ന് വിശ്രമിച്ചു. ഒരു അപരിചിതനായ ഒരാൾ രാജ്യത്തേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന വാർത്ത പ്രചരിച്ചു. സവർണറുടെ കോട്ടയായിരുന്നു അജ്മീർ. ഏറ്റവും ഉയർന്ന ഹിന്ദു രാജാക്കന്മാർ സവർണർ. രാജാവിൻ്റെ കൊട്ടാരത്തിൽ മെസ്സേജ് കിട്ടി. രാജാവിൻ്റെ പട്ടാള മേധാവികൾ ഉൾപ്പെടെ ആ വൃക്ഷത്തണലിലേക്ക് വന്നു. അദ്ദേഹത്തെ സ്വീകരിച്ചു, സ്വാഗതം ചെയ്തു. അജ്മീറിൻ്റെ രാജാവ്, സവർണനായ രാജാവ്, അദ്ദേഹത്തിന് പള്ളി ഉണ്ടാക്കി കൊടുത്തു. ധ്യാനത്തിന് ഇനി വൃക്ഷത്തണലിരിക്കണ്ട, ഈ പള്ളിയിൽ ധ്യാനം നടത്തപ്പെടും. ആ പള്ളിയെക്കുറിച്ച് സർവേ നടത്തണമെന്ന് ഏതെങ്കിലും ഒരു ഭ്രാന്തൻ ആവശ്യപ്പെട്ടാൽ അത് ഉത്തരവിടാറുണ്ടോ? മുഗൾ രാജാവ് അല്ലല്ലോ പറഞ്ഞത്, ബാബർ ചക്രവർത്തി അല്ലല്ലോ പറഞ്ഞത്, സലാഹുദ്ദീൻ അയ്യൂബി അല്ലല്ലോ പറഞ്ഞത്, മറ്റേ ഈ പറയുന്ന ഒരു രാജാവും അല്ലല്ലോ പറഞ്ഞത്. രാജസ്ഥാനിലെ അജ്മീർ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന സവർണനായ രാജാവല്ലേ അജ്മീർ ദർഗ പറഞ്ഞത്, ആ പള്ളി പറഞ്ഞത്. അവിടെ സർവേ നടത്തണമെന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഭ്രാന്തൻ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പാടുണ്ടോ? അപ്പം തള്ളുക. അതിൻ്റെ ചരിത്രം, ജുഡീഷ്യറി ചരിത്രം പഠിക്കണം, എക്സിക്യൂട്ടീവ് ചരിത്രം പഠിക്കണം. അങ്ങനെ ചരിത്രം പഠിച്ച ഇന്ത്യയുടെ ചരിത്രം ഇന്ന് മാർക്കില്ലാത്തവന് കടന്നുകൂടാനുള്ള ഒരു സബ്ജക്റ്റായി ചരിത്രം മതപ്പതിച്ചു പോയിരിക്കുന്നു. ചരിത്രമായി പഠിക്കണം. ഇന്ന് ചരിത്രത്തെ വെള്ളം ചേർക്കുന്നു, മായി ചേർക്കുന്നു. വാടക ചരിത്രകാരന്മാർ നമുക്ക് ചരിത്രം എഴുതുന്നു, സിനിമ ആർട്ടിസ്റ്റുകൾ ചരിത്രം എഴുതുന്നു, പലരും ചരിത്രം അറിയാത്തവർ ചരിത്രം എഴുതുന്നു. അതിൻ്റെ പ്രത്യാഘാതമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന മസ്ജിദുകളുടെ സർവേ നടക്കുന്നതൊക്കെ അതിൻ്റെ പ്രത്യാഘാതമാണ്. നേരത്തെ പറഞ്ഞ പോലെ അജ്മീർ ദർഗ പോലും സർവേ നടത്തണമെന്ന് പറയുമ്പോൾ ഇവർക്ക് ചരിത്രവുമായി വല്ല ബന്ധമുണ്ടോ? ഞാൻ ഇങ്ങനെ പറയുമ്പോൾ 2.25 ദിവസത്തോളം പ്രാസംഗികരുടെ ഇരിപ്പുണ്ട്. ഞാൻ അധികം പറയുന്നില്ല. സ്വാഭാവികമായി ഇന്ത്യ രാജ്യം ആ തരത്തിൽ വളരെ പിന്നോക്കം പോവുകയാണ്, വളരെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മോചനം ഉണ്ടാകണം. മോചനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സന്ദേഹവും വേണ്ട. ഇവിടെ 53 വർഷം സിറിയ ഭരിച്ച ഒരു കുടുംബത്തിലെ അവസാനത്തെ രാജാവാണ് ബഷാർ അസദ്. അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിയില്ല. അവിടുത്തെ ജനങ്ങൾ അവകാശത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ഉണർന്നപ്പോൾ ഭരണാധികാരിക്ക് രാജ്യം വിട്ട് ഒളിച്ചോടേണ്ടി വന്നു. അതുപോലെ കോടാനുകോടി ജനങ്ങൾ ലോകത്തെ എവിടെയാകട്ടെ, ജനങ്ങൾ അവകാശത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി രംഗത്തിറങ്ങിയാൽ അക്രമത്തിനും അനീതിക്കും അനാചാരത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു ഭരണാധികാരിക്കും ലോകത്ത് നിലനിൽപ്പില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഡിസംബർ 10 ഇവിടെ ഒരു കാര്യം, വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ജാതിയുടെയോ സമ്പത്തിൻ്റെയോ പേരിൽ അസമത്വം പാടില്ല, എല്ലാവരും സമന്മാരായിരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്ത ഒരു ദിനമാണല്ലോ ഇത്. 1948 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിച്ചു, യാ യുഹന്നാസ്, വർഗവർണ്ണ അതിർവരമ്പുകളെ അതിജീവിച്ചുകൊണ്ട് മനുഷ്യ സമൂഹമേ എന്നാണ് ഖുർആൻ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ,
ഒരു ആദമിൽ നിന്ന് ഒരു ഹവ്വയിൽ നിന്ന് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു. മക്കം 10 രക്തരഹിത വിപ്ലവത്തിലൂടെ ഹിജ്റയുടെ 8-ാം വർഷം മക്ക സാമ്രാജ്യം ഇസ്ലാമിനെ സ്വതന്ത്രമായപ്പോൾ ആ അക്രമികളായ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവരെ, മുസ്ലിങ്ങളെയും മറ്റുള്ളവരെയും ഒന്നായി അഭിസംബോധന ചെയ്തുകൊണ്ട് മനുഷ്യ സമൂഹമേ പ്രവാചകനെ അഭിസംബോധന ചെയ്തു. നിങ്ങളെല്ലാം നമ്മളെല്ലാം മനുഷ്യരാണ്. എല്ലാവരും മനുഷ്യത്വം പരിപൂർണമായി കാത്തു സൂക്ഷിക്കണം. മനുഷ്യ അവകാശം പരസ്പരം വകവെച്ച് കൊടുക്കണം. നമ്മളെല്ലാം ആദമിൻ്റെ മക്കളാണ്. ആദമോ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടയാളും മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടയാളും. മണ്ണിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. വെള്ള മണ്ണുണ്ട്, ചുവന്ന മണ്ണുണ്ട്, കറുത്ത മണ്ണുണ്ടാവും, വളക്കൂറുള്ള മണ്ണുണ്ട്, പരിക്കൻ മണ്ണുകളുണ്ടാവും. പക്ഷെ ഇതൊക്കെ ശരിയാണ്, വിവിധങ്ങളാണ്, വിവിധ വിശേഷങ്ങളുണ്ട്. മണ്ണ് എന്ന നിലയിൽ മണ്ണ് ഒന്ന് തന്നെയാണ്. എന്നതുപോലെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ എന്തോ ആകട്ടെ, മനുഷ്യർ എന്ന നിലയിൽ നമ്മൾ ഒന്ന് തന്നെയാണ്. ഹജ്ജത്തുൽ വദാഇലെ അറഫാ സമ്മേളനത്തിൽ ചെയ്ത മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ അതാണ് യഥാർത്ഥമായ മനുഷ്യാവകാശം. ജനങ്ങളെ, നിങ്ങളുടെ അല്ലാഹു ഏകനാണ്. ഞാൻ ഇനി ഒരിക്കൽ കൂടി നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ലാ ഫദ്ലി അറബിയൻ അലാ അജമി. അറബിക്ക് അനറബിയേക്കാൾ പ്രാധാന്യമില്ല, അനറബിക്ക് അറബിയേക്കാൾ പ്രാധാന്യമില്ല. വലാ അബിയദ അലാ അസ്വദ്. വെളുത്തവന് കറുത്തവനേക്കാൾ പ്രാധാന്യമില്ല, കറുത്തവന് വെളുത്തവനേക്കാൾ പ്രാധാന്യമില്ല. കുല്ലുക്കും മിൻ ആദം. നിങ്ങളെല്ലാം ആദമിൻ്റെ മക്കളാണ്. ആദമോ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടയാൾ. ഇത് പ്രവാചകന്റെ വിടവാങ്ങൽ ഹജ്ജിലെ അവസാനത്തെ പ്രസംഗമാണ്. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, ഫല്യുബല്ലിഗുസ്സാഹിദുൽ. ഇവിടെ സാക്ഷ്യമുള്ളവർ, സാന്നിധ്യമുള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഞങ്ങൾ ഒരിക്കൽ മുസ്ലിം അസോസിയേഷൻ്റെ ഒരു മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. ആ മാധ്യമ സെമിനാറിൽ അന്ന് ക്ലാസ് എടുത്തത് കേരള കൗമുദിയുടെ ലേഖകനായിരുന്നു. അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് പത്രപ്രവർത്തനത്തിന്, വാർത്താ വിതരണത്തിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത്, ഒന്നാമതായി പ്രചോദനം നൽകിയത് ഇസ്ലാമിൻ്റെ പ്രവാചകനായിരുന്നു. അത് അറഫയിൽ ചെയ്ത പ്രസംഗമാണ്. ഫല്യുബല്ലിഗുസ്സാഹിദുൽ. എന്നിട്ട് പറഞ്ഞത്, ഈ സന്ദേശം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. നമുക്ക് മനുഷ്യത്വം മുറുകെ പിടിക്കണം. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ സ്വാതപ്രാസംഗൻ ഉൾപ്പെടെ പറഞ്ഞതുപോലെ വസ്ത്രത്തിന്, ജീവിതത്തിന്, ആരാധനയ്ക്ക് ഒക്കെയുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കണം. പരസ്പര സ്നേഹം നിലനിൽക്കണം. ജീവിതത്തിന് ഒരു നിർവചനം പറഞ്ഞാൽ, ഒരു താരീഫ് പറഞ്ഞാൽ അതിന് സ്നേഹമെന്നാണ് പറയുന്നത്. സ്നേഹത്തിന് ഒരു നിർവചനം പറഞ്ഞാൽ ജീവിതമെന്ന് പറയും. സ്നേഹം കൊണ്ട് മനുഷ്യന് പരസ്പരം ഒന്നായിത്തീരാൻ കഴിയും. അവൻ്റെ അവകാശങ്ങൾ പരസ്പരം വകവെച്ചു കൊടുക്കാൻ കഴിയും. നല്ലൊരു കൂട്ടായ്മ, സാഹോദര്യം സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. സ്നേഹം കൊണ്ട് മനുഷ്യന് കാടിനെ പൂങ്കാവനമാക്കിയെടുക്കാൻ കഴിയും. സ്നേഹം കൊണ്ട് കയ്പിനെ മധുരിപ്പിക്കാൻ കഴിയും. സ്നേഹം കൊണ്ട് മനുഷ്യന് അന്തരീക്ഷത്തിലൂടെ പറന്ന് സഞ്ചരിക്കാൻ കഴിയും. സ്നേഹം കൊണ്ട് ആഴത്തിൽ ഊളിയിടാൻ കഴിയും. അങ്ങനെയുള്ള പരസ്പര സ്നേഹവും സൗഹാർദ്ദവും കൂട്ടായ്മയും വിഭാവന ചെയ്യുന്ന ഒരു ദിനമാണ് ഈ ഡിസംബർ 10, മനുഷ്യാവകാശ ദിനം. അതിനാണ് ഐക്യരാഷ്ട്രസഭ 75 വർഷങ്ങൾക്ക് മുമ്പ് മുന്നോട്ട് വന്നതും ആഹ്വാനം ചെയ്തതും. ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ വർണ്ണവ്യത്യാസങ്ങൾക്കും, വർണ്ണവിവേചനങ്ങൾക്കും, വർഗവിവേചനങ്ങൾക്കുമൊക്കെ അവസാനം കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യക്കാർ എന്ന നിലയിൽ ഒന്നായിത്തീരാൻ ഇവിടെ ഇസ്രയേൽ നടത്തുന്ന, ഫലസ്തീൻ നടത്തുന്ന അക്രമങ്ങൾ അതൊക്കെ മനുഷ്യത്വരഹിതമാണ്. അതൊക്കെ മനുഷ്യാവകാശത്തിൻ്റെ ഭാഗമല്ല, മനുഷ്യത്വ വിരുദ്ധമാണ്. ഈ തരത്തിൽ ലോകത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ, ഭൂമിശാസ്ത്രജ്ഞന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ 19,69,50,000 ചതുരശ്ര മൈൽ വിസ്തൃതിയും അതിൻ്റെ വ്യാസവും അതിൻ്റെ ചുറ്റളവും 6,60,00,000 ടൺ ഭാരവുമുള്ള ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളും ഏകോദര സഹോദരങ്ങളായി പരസ്പര സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടുകൂടി വർദ്ധിക്കാൻ ഈ ദിനം നിർദ്ധാരമാകട്ടെ. ലജ്നത്തുൽ മുഅല്ലിമീൻ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചാലക ശക്തിയായ കേരള മുസ്ലിം ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച, ചരിത്രം തിറകെ പിടിച്ചു നിൽക്കുന്ന ഈ ഹാളിൽ നടക്കുന്ന ഈ സമ്മേളനം മനുഷ്യ സാഹോദര്യത്തിനും പരസ്പര സ്നേഹത്തിനും മനുഷ്യ അവകാശങ്ങൾക്കും എക്കാലവും നിദാനമാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്
ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.